Welcome to Blessing Today. ബ്ലെസ്സിംഗ് ടുഡേയിലേക്ക് സ്വാഗതം. Today also, I believe the Holy Spirit is going to bless us with wonderful revelation from the Word of God. ദൈവവചനത്തിൽ നിന്ന് വളരെ അതിശക്തമായിട്ടുള്ള ചില വെളിപ്പാടുകൾ ദൈവം നൽകാൻ പോവുകയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. I want to read a few comments collected here. ഞാൻ കളക്ട് ചെയ്തിട്ടുള്ള 1-2 കമൻസ് ഇന്ന് വായിക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നു. This is from one sister named Nalini. ഇത് നളിനി എന്ന പേരുള്ള ഒരു സഹോദരി തന്നിരിക്കുന്നതാണ്. I would like to have another study like Romans. റോമാലേഖനം പോലെ മറ്റൊരു പഠനം കൂടെ നടത്തണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. You may remember we were studying the book of Romans in the evenings. നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും വൈകുന്നേരങ്ങളിൽ റോമാലേഖനത്തെക്കുറിച്ച് ഞാൻ പഠിപ്പിച്ചിരുന്നു. Of course, if God willing, we will start another series. ദൈവം അനുവദിച്ചാൽ മറ്റൊരു പഠന പരമ്പര കൂടെ നമ്മൾ തുടങ്ങും. Somewhat similar is written by Biju Simon. ഇതിനോട് ബന്ധപ്പെട്ട മറ്റൊന്ന് ബിജു സൈമൺ എഴുതിയിട്ടുണ്ട്. The study of Romans was a unique experience. റോമർ ലേഖന പഠനം അത് വളരെ മനോഹരമായിട്ടുള്ള ഒന്നായിരുന്നു. It was a deep study. അത് ആഴത്തിലുള്ള ഒരു പഠനമായിരുന്നു. I thank the Lord for giving me this rare opportunity to study one of the amazing books in the Bible in detail. ബൈബിളിലെ ഒരു മനോഹരമായിട്ടുള്ള പുസ്തകം അത് വിശദീകരണവുമായിട്ട് പഠിക്കാൻ സാധിച്ചതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. Thank you, brother Biju Simon. ബിജു സൈമണിനോടുള്ള നന്ദി അറിയിക്കുന്നു. Of course, God willing, we will be doing series after series of studies on different books of the Bible. ബൈബിളിലെ വ്യത്യസ്തമായ പുസ്തകങ്ങളെക്കുറിച്ച് വീണ്ടും ഇതിനെക്കുറിച്ചുള്ള സന്ദേശ പരമ്പരകൾ നമ്മൾ ചെയ്യുന്നതായി. By the way, if you missed these studies, book of Romans or book of Matthew and all these things, they are still on YouTube. റോമാലേഖനം അഥവാ മത്തായിയുടെ സുവിശേഷം തുടങ്ങിയുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള പഠന പരമ്പരകളൊക്കെ ഇപ്പോഴും യൂട്യൂബിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. All right, let's pray for the sponsors. ഇനി നമുക്ക് ഒരുമിച്ച് ഇന്നത്തെ സ്പോൺസർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇന്നത്തെ ആദ്യത്തെ സ്പോൺസർ എറണാകുളത്ത് നിന്ന് CC ജോൺ ആണ്. മാർച്ച് 18 നാളെ 88ാമത്തെ ജന്മദിനമാണ്. Wonderful and happy birthday in advance, CC John uncle. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഇതുവരെ ദൈവം നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്മകൾക്കും നന്ദി സൂചകമായിട്ടാണല്ലോ കർത്താവ് ഇത് സമർപ്പിച്ചിരിക്കുന്നത്. നല്ല ആരോഗ്യവും ദൈവിക സംരക്ഷണവും ഉണ്ടാകേണ്ടതിനായി, കുടുംബാംഗങ്ങളുടെ അനുഗ്രഹത്തിനായി, എല്ലാ ബിസിനസ്സുകളുടെയും അഭിവൃദ്ധിക്കും അനുഗ്രഹത്തിനുമായി കൂടെ ഞങ്ങളിപ്പോൾ ചേർന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്ത നമ്മുടെ സ്പോൺസർ UK നിന്ന് നിശാന്തിയാണ്. ഇന്ന് നിശാന്തിയുടെ ജന്മദിനമാണ്. അപ്പോൾ തന്നെ മാർച്ച് 28 മാതാവ് ഉഷാദേവിയുടെ ജന്മദിനവുമാണ്. Happy birthday to both of you. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് അവരെ അനുഗ്രഹിക്കുന്നു. കോവിഡ് കാലത്ത് കർത്താവ് നീ കൊടുത്ത പരിപാലനത്തിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ദൈവഹിത പ്രകാരം തൻ്റെ വിവാഹം നടക്കേണ്ടതിന് സ്വർഗത്തിലെ കർത്താവെ അങ്ങയുടെ വഴികൾ തുറക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അടുത്ത നമ്മുടെ സ്പോൺസർ കൊല്ലത്ത് നിന്ന് അഭിലാഷ് ആൻഡ് ശാലിനി ആണ്. Okay, thank you so much. കർത്താവെ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു വസ്തുവുമായി ബന്ധപ്പെട്ട കേസിൽ അനുകൂലമായ വിധി ഉണ്ടാകുവാൻ, സ്വന്തമായ ഭവനം ലഭിക്കുവാൻ സ്വർഗത്തിലെ കർത്താവെ അങ്ങയുടെ വഴിവാതിലുകൾ അങ്ങ് തുറന്നതിനായി ഞങ്ങൾ നന്ദി പറയുന്നപ്പ. അങ്ങ് പ്രാർത്ഥന കേട്ടതിനായി നന്ദി പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. Amen. Thank you so very much, sponsors. എല്ലാ സ്പോൺസേഴ്സിനോടുള്ള വളരെയധികം നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. And I encourage you also to be a sponsor of different online programs and TV programs. വ്യത്യസ്തമായ ഓൺലൈൻ പ്രോഗ്രാമുകളുടെ സ്പോൺസർ ആകുവാൻ വേണ്ടി ഞാൻ നിങ്ങളെല്ലാവരെയും പ്രോത്സാഹിപ്പിക്കുന്നു. Hallelujah. Now it is time for us to worship the Lord. ഇനിയിപ്പോൾ നമ്മൾ ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കാനുള്ള സമയമാണ്. യേശു കർത്താവ് രാജാതി രാജാവാണ്. അവൻ കർത്താതി കർത്താവാണ്. അവൻ നമുക്കൊരു വാഗ്ദത്തം തന്നിട്ടുണ്ട്. ഞാൻ പോകുന്നു, ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ആയിരിക്കേണ്ടതിന് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെ ചേർത്തുകൊള്ളും എന്നൊരു വാഗ്ദത്തം നമുക്ക് തന്നിട്ടുണ്ട്. ആ യേശു കർത്താവിനെ ഒരിക്കൽ കൂടെ കരങ്ങൾ രണ്ടും ചേർത്തടിച്ച് നമുക്ക് പാടി സ്തുതിക്കാം. വാനവീരവിൽ നാഥൻ വന്നെത്തിടാറായി, ഉയിർപ്പിൻ കാഹളം കേട്ടിടാറായി, തിരുഹിതം നിവർത്തിച്ചോർ പറന്നിടാറായി, ജയത്തിൻ ഘോഷങ്ങൾ മുഴങ്ങിടാറായി. വാനവീരവിൽ നാഥൻ വന്നെത്തിടാറായി, ഉയിർപ്പിൻ കാഹളം കേട്ടിടാറായി, തിരുഹിതം നിവർത്തിച്ചോർ പറന്നിടാറായി, ജയത്തിൻ ഘോഷങ്ങൾ മുഴങ്ങിടാറായി. യേശു മഹാരാജനേ, നിൻ രാജത്വം വന്നിടണേ, യെരൂശലേം നഗരിയതിൽ എന്നും നാഥനുമായി
വസിച്ചിടുവാൻ. യേശു മഹാരാജനേ, നിൻ രാജത്വം വന്നിടണേ, പുത്തനെരുശലേം നഗരിയതിൽ എന്നും നാഥനുമായി വസിച്ചിടുവാൻ. അഗ്നിജ്വാല പോലുള്ള കണ്ണുകളുള്ളോൻ, ഭീമസമം വെണ്മയാം മുടിയുമുള്ളോൻ, വെള്ളോട്ടിൻ സമമായ കാലുകളുള്ളോൻ, പെരുവെള്ളത്തിൻ ഇരച്ചിൽ പോൽ ശബ്ദവുമുള്ളോൻ. അഗ്നിജ്വാല പോലുള്ള കണ്ണുകളുള്ളോൻ, ഭീമസമം വെണ്മയാം മുടിയുമുള്ളോൻ, വെള്ളോട്ടിൻ സമമായ കാലുകളുള്ളോൻ, പെരുവെള്ളത്തിൻ ഇരച്ചിൽ പോൽ ശബ്ദവുമുള്ളോൻ. യേശു മഹാരാജനേ, നിൻ രാജത്വം വന്നിടണേ, പുത്തനെരുശലേം നഗരിയതിൽ എന്നും നാഥനുമായി വസിച്ചിടുവാൻ. യേശു മഹാരാജനേ, യേശു മഹാരാജനേ, നിൻ രാജത്വം വന്നിടണേ, പുത്തനെരുശലേം നഗരിയതിൽ എന്നും നാഥനുമായി വസിച്ചിടുവാൻ. വാനവിരവിൽ നാഥൻ വന്നെത്തിടാറായി, ഉയർപ്പിൻ കാഹളം കേട്ടിടാറായി, തിരുഹിതം നിവർത്തിച്ചോർ പറന്നിടാറായി, ജയത്തിൻ ഘോഷങ്ങൾ മുഴങ്ങിടാറായി. വാനവിരവിൽ നാഥൻ വന്നെത്തിടാറായി, ഉയർപ്പിൻ കാഹളം കേട്ടിടാറായി, തിരുഹിതം നിവർത്തിച്ചോർ പറന്നിടാറായി, ജയത്തിൻ ഘോഷങ്ങൾ മുഴങ്ങിടാറായി. യേശു മഹാരാജനേ, നിൻ രാജത്വം വന്നിടണേ, പുത്തനെരുശലേം നഗരിയതിൽ എന്നും നാഥനുമായി വസിച്ചിടുവാൻ. ഒരിക്കൽ കൂടെ യേശു മഹാരാജനേ, യേശു മഹാരാജനേ, നിൻ രാജത്വം വന്നിടണേ, പുത്തനെരുശലേം നഗരിയതിൽ എന്നും നാഥനുമായി വസിച്ചിടുവാൻ. പുത്തനെരുശലേം നഗരിയതിൽ എന്നും നാഥനുമായി വസിച്ചിടുവാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ യേശുവേ. Everybody knows that one day he or she will die. എന്നെങ്കിലുമൊക്കെ മരിക്കും എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. And after the death here, what will happen to me? മരണത്തിന് ശേഷം ഇവിടെ എനിക്ക് എന്ത് സംഭവിക്കും? Many people have a general idea that if a person is saved, born again, living according to the Bible, that person will go to heaven. നമുക്ക് എല്ലാവർക്കുമുള്ള ഒരു ധാരണ ഇങ്ങനെയാണ്, യേശുവിനെ അറിഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ വീണ്ടും ജനിച്ചിട്ടുള്ള വ്യക്തികൾ അവർ സ്വർഗത്തിലേക്ക് പോകും. And if a person is not saved, if he has not received Jesus Christ as his personal savior, he will go to hell. That is a general idea we have. എന്നാൽ യേശുവിനെ സ്വീകരിച്ചിട്ടില്ലാത്ത വ്യക്തി നരകത്തിലേക്ക് പോകും. ഇതാണ് നമുക്ക് സാധാരണ കിട്ടിയിട്ടുള്ള പൊതുവായിട്ടുള്ള ആശയം. Okay, suppose I'm going to heaven, what will happen to me? ഇനിയിപ്പോൾ ഞാൻ സ്വർഗത്തിലേക്ക് പോകുന്നു എന്ന് കരുത്, എനിക്ക് എന്ത് സംഭവിക്കും? Will I be floating like clouds in heaven? സ്വർഗത്തിൽ മേഘത്തെ പോലെ ഞാൻ ഇങ്ങനെ ഒഴുകി Or നടക്കുകയാണോ? will I be in dormant state, sleeping always in deep coma stage, not knowing anything? ഒന്നും അറിയാതെ ഒരു കോമ സ്റ്റേജിൽ ഒരു വ്യക്തി ഉറങ്ങുന്നത് പോലെ ഞാൻ ഇങ്ങനെ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണോ? The Bible clearly tells us that we will be more lively in heaven than on earth. ഈ ഭൂമിയിൽ നാം ജീവിച്ചിരിക്കുന്നതിനേക്കാൾ കൂടുതൽ ഊർജ്ജസ്വലരായിരിക്കും നാം സ്വർഗത്തിൽ. And I believe there'll be more activities in heaven than we have on earth. അത് ഞാൻ വിശ്വസിക്കുന്നു, ഇന്ന് ഭൂമിയിലുള്ളതിനേക്കാൾ കൂടുതൽ പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ സ്വർഗത്തിൽ നമുക്കുണ്ടായിരിക്കും. So some of the things that we know from the Bible, I'm going to share with you. ബൈബിളിൽ ഈ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു. If you're taking down notes, write down number 1, we will be serving him there. ഒന്നാമത്തെ പോയിന്റ് നോട്ട് എഴുതുന്നവരുണ്ടെങ്കിൽ എഴുതിയെടുക്കുക. നാം അവനെ അവിടെ സേവിക്കും. Today many of us are in ministry. ഇന്ന് പല ആളുകളും ശുശ്രൂഷയിലാണ്. Some people are in full time ministry. ചില ആളുകൾ പൂർണ്ണ സമയം സുവിശേഷ വേലയിലാണ്. Some are doing the ministry as they can. ചില ആളുകൾ അവർക്ക് സാധിക്കുന്നത് പോലെയാണ് സുവിശേഷ വേലയിൽ അവർ വ്യാപൃതരായിരിക്കുന്നത്. But in heaven, what kind of service that will be? എന്നാൽ സ്വർഗത്തിൽ അവിടെ കൊടുക്കുന്ന സേവനം എത്തരത്തിലുള്ളതായിരിക്കും? Today we have sinners, we have sick people,
we have people with problems, we have counseling, we have healing ministry, we have evangelism. But what kind of a ministry we will be doing there in heaven? ഇന്ന് ഈ ഭൂമിയിൽ നമുക്ക് പാപികളായിട്ടുള്ള ഒത്തിരി പേരുണ്ട്, രോഗികളായിട്ടുള്ള ഒത്തിരി പേരുണ്ട്, മാനസാന്തരത്തിൻ്റെ സുവിശേഷം പറയാനുണ്ട്, രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട്, കൗൺസിലിംഗ് കൊടുക്കേണ്ടതായിട്ടുണ്ട്, വ്യത്യസ്തമായ ശുശ്രൂഷകൾ, പരിചരിക്കുന്ന ശുശ്രൂഷകൾ, കെയർ ആക്ട് കൊടുക്കുന്ന ശുശ്രൂഷ, ഇങ്ങനെ പലതുമൊക്കെ ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്നാൽ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ നമ്മുടെ പ്രധാനപ്പെട്ട ശുശ്രൂഷ ഏത് വിധത്തിലുള്ളതായിരിക്കും? If you read Revelation 22 and verse number 3, 22 വെളിപ്പാട് പുസ്തകം 22 അധ്യായത്തിന്റെ 3 വചനം നാം വായിച്ചാൽ it says, they shall serve him. 22 അധ്യായത്തിന്റെ 3 വചനം പറയുന്നത് അവന്റെ ദാസന്മാർ അവനെ ആരാധിക്കും എന്നാണ്. Meaning this service includes falling prostrate before him and worshiping him. അതിന്റെ അർത്ഥം ഈ ഒരു ശുശ്രൂഷ എന്ന് പറയുന്ന അവന്റെ മുൻപാകെ വീണ് കിടന്ന് അവനെ ആരാധിക്കുന്നതുമാണ്. We will continue to serve him, we will continue to worship him, but in a better way. നാം അവനെ വീണ്ടും ശുശ്രൂഷിക്കും, വീണ്ടും ആരാധിക്കും, പക്ഷേ അല്പം കൂടെ മെച്ചമായ വിധത്തിലായി. The next verse number 4 says, they will see him face to face. 4 വചനം പറയുന്നു അവർ അവന്റെ മുഖം മുഖാമുഖം കാണും. Matthew 5 and verse number 8 says, blessed are those who are pure in heart, for they shall see God. മത്തായിയുടെ സുവിശേഷം 5 അധ്യായം 8 വചനത്തിൽ പറയുന്നത് ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണുമെന്നാണ്. Meaning, if you have a pure heart today, one day you are going to see God. അതിന്റെ അർത്ഥം നിങ്ങളുടെ ഹൃദയത്തിൽ ഇന്ന് ശുദ്ധിയുണ്ടെങ്കിൽ ഒരു ദിവസം നിങ്ങൾ ദൈവത്തെ കാണും. As I told you, there is no need of preaching ministry or evangelistic ministry or healing ministry there. ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞു, അവിടെ ഒരു പ്രസംഗ ശുശ്രൂഷയോ അല്ലെങ്കിൽ സുവിശേഷ പ്രസംഗ ശുശ്രൂഷയോ രോഗസൗഖ്യ ശുശ്രൂഷയോ ഒന്നും തന്നെ അവിടെയില്ല. But there will be service. എന്നാൽ അവിടെ സേവനങ്ങളുണ്ട്. There will be duties and different responsibilities. അവിടെ ഉത്തരവാദിത്തങ്ങളും വ്യത്യസ്തമായ ചുമതലകളുമുണ്ട്. But there will be no hard work or toiling, etc. എന്നാൽ കഠിന പ്രയത്നത്തിന്റെയോ കഠിന അധ്വാനത്തിന്റെയോ ആവശ്യകതയൊന്നും അവിടെയില്ല. We'll be enjoying serving the Father. പിതാവിനെ സേവിക്കുന്നതിൽ നാം വളരെ സന്തോഷവാന്മാരായിരിക്കും. One thing is sure, in heaven there'll be no chores, there'll be no boredom. ഒരു കാര്യം ഉറപ്പാണ്, സ്വർഗത്തിൽ ആർക്കും തന്നെ ബോറടിക്കില്ല. Hallelujah. ഹല്ലേലൂയ. Number 2, we will rule with God. രണ്ടാമത്തെ കാര്യം, നാം ദൈവത്തോടൊപ്പം വാഴും. That is what is mentioned in verse number 5 of chapter 22. 22 അധ്യായത്തിന്റെ 5 വചനത്തിലാണ് അത് And വെളിപ്പെടുത്തിയിരിക്കുന്നത്. they will reign forever and ever. അവർ എന്നേക്കും രാജാക്കന്മാരായിരിക്കും. And they will be ruling forever and ever with God, the ultimate ruler. ദൈവമായിട്ടുള്ള സകലത്തെയും വാഴുന്ന ദൈവത്തോടൊപ്പം അവരെന്നും എന്നേക്കും വാഴുന്നവരായിരിക്കും. Remember in Genesis chapter 2, we read that God commanded the first man and wife to rule over everything, rule over all the created beings. ഉൽപ്പത്തി പുസ്തകം 2 അധ്യായത്തിൽ നിങ്ങൾക്കറിയാം, ദൈവം മനുഷ്യരെ സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോൾ മനുഷ്യനോടും അവൻ്റെ ഭാര്യയോടും സകലത്തിൻ്റെ മേലും വാഴുവാനായിട്ട് അവൻ കൽപ്പിച്ചു. And this will truly be fulfilled then. എന്നാൽ ഇത് സത്യത്തിൽ അവിടെ വെച്ചിട്ട് ഇത് പൂർത്തിയാക്കപ്പെടാൻ So പോകുകയാണ്. we will be ruling with God. ദൈവത്തോടൊപ്പം നാം വാഴുന്നവരായി തീരും. And number 3, in verse number 2, രണ്ടാമത്തെ വചനത്തിലാണ് 3ാമത്തെ പോയിന്റ് ഉള്ളത്. we will eat the fruit of the tree of life and drink the water of life. അവിടെ നാം കാണുന്നത്, നാം ജീവവൃക്ഷത്തിന്റെ ഫലം തിന്നുകയും അതുപോലെ ജീവജല നദിയിൽ നിന്നുള്ള വെള്ളം കുടിക്കുകയും ചെയ്യും. So there will be eating and drinking. അവിടെ ഭക്ഷണം അല്ലെങ്കിൽ കുടിക്കുകയും കഴിക്കുകയും ചെയ്യുന്നുണ്ട്. So we will not be going around like vapor. നമ്മൾ ഒരു ജല കണികയെ പോലെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോവുകയല്ല. According to 1 Corinthians chapter 15, we will have a resurrection body, resurrected body. 1 കൊരിന്ത്യർ 15 അധ്യായം അനുസരിച്ചിട്ട് നമുക്ക് ഒരു പുനരുത്ഥാനത്തിന്റെ ശരീരം ഉണ്ടായിരിക്കും. It will not be like this flesh and this bone. ഈ ഒരു മാംസത്തെ പോലെയോ ഈ ഒരു അസ്ഥിയെ പോലെ അല്ലായിരിക്കും അന്നത്തെ It will be ശരീരം. an immortal body. അത് അദ്രവത്വമുള്ള ഒരു ശരീരമായിരിക്കും.
So it will be just like the body of Jesus after resurrection. യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റതിന് ശേഷം അവന്റെ ശരീരം എപ്രകാരമായിരുന്നു അതുപോലുള്ള ഒരു ശരീരമായിരിക്കും. It will be a celestial body, it will be a spiritual body, it will be a glorious body. അത് ദൈവികമായിട്ടുള്ള ആത്മീകമായിട്ടുള്ള മഹത്വപൂർണ്ണമായിട്ടുള്ള ഒരു No ശരീരമായിരിക്കും. coronavirus can affect there. അതിന് കൊറോണ വൈറസുകൾ ഒരിക്കലും ബാധിക്കുകയില്ല. Hallelujah. Hallelujah. No flu, no common cold, no virus, no bacteria, no fungus infection, nothing. അതിന് ബാക്ടീരിയയോ വൈറസോ ഫംഗസ് ഇൻഫെക്ഷനോ മറ്റു പനികളോ ഒന്നും തന്നെ അതിനെ ബാധിക്കുകയില്ല. We will eat and we will drink in our Father's house. പിതാവിന്റെ ഭവനത്തിനകത്തുനിന്ന് നമുക്ക് കുടിക്കുവാനും കഴിക്കുവാനും സാധിക്കും. So some people think that there will be only the tree of life and the water of life there, only this fruit and this water. No, it is not like that. ചില ആളുകൾ ചിന്തിച്ചു വെച്ചിരിക്കുന്നത് ഈ ജീവജലത്തിലെ വെള്ളവും അതുപോലെ ജീവവൃക്ഷത്തിന്റെ ഫലവും ഈ ഫലവും അതായത് കായും വെള്ളവും മാത്രമേ അവിടെ ഉണ്ടാകുകയുള്ളൂ എന്നാണ് പലരും കരുതുന്നത്. You will not be just fruitarians there. നിങ്ങൾ അവിടെ ഈ പഴവർഗ്ഗങ്ങൾ കഴിക്കുന്ന ആളുകൾ മാത്രമായിരിക്കില്ല. According to the information we get from different parts of the Bible, there'll be great feasting going on there. Amen. ദൈവവചനത്തിന്റെ വെളിച്ചത്തിൽ പല ഭാഗങ്ങളിലായി കൊടുത്തിട്ടുള്ള ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ അവിടെ വലിയൊരു വിരുന്ന് സൽക്കാരമുണ്ട് എന്നാണ് കാണുന്നത്. For example, when you read Revelation chapter number 19, ഉദാഹരണമായിട്ട് വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിലേക്ക് നാം വന്നാൽ you read about the wedding of the Lamb. അവിടെ നമുക്ക് കുഞ്ഞാടിന്റെ കല്യാണത്തെക്കുറിച്ച് കാണാൻ സാധിക്കുന്നു. And there will be the greatest feast ever served in history. ചരിത്രത്തിൽ വിളമ്പിയതിൽ വെച്ച് ഏറ്റവും വലിയ വിരുന്ന് സൽക്കാരമാണ് അവിടെ നടക്കുന്നത്. So can you imagine how many dishes will be there? എത്രത്തോളം ഭക്ഷണമായിരിക്കും അവിടെ ഉണ്ടാകുന്നത്? What kind of food will be served there? എന്തെല്ലാം തരത്തിലുള്ള ഡിഷസ് ആണ് അവിടെ വിളമ്പുന്നത്? Only some fruits? No. അവിടെ കുറച്ച് ഫലവർഗ്ഗങ്ങൾ മാത്രമാണോ? ഒരിക്കലുമല്ല. So in heaven there'll be a lot of eating and drinking. God will be serving as a father in his house for his children a lot of delicious dishes. ഓർക്കുക, ദൈവം തൻ്റെ ഭവനത്തിനകത്ത് തൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് അവനൊരു പിതാവായിരിക്കുന്നതുകൊണ്ട് ധാരാളം ഭക്ഷണങ്ങൾ അവൻ തൻ്റെ മക്കൾക്ക് കഴിക്കുവാനും കുടിക്കുവാനുമായി കൊടുക്കും. Meaning a lot of banquets will be arranged here and there in different occasions. അതിൻ്റെ അർത്ഥം അവിടെ ഇവിടെയുമായിട്ട് ധാരാളം വിരുന്നുശാലകൾ ദൈവം തമ്പുരാൻ ആ പ്രത്യേക പട്ടണത്തിനകത്ത് ഒരുക്കിയിട്ടുണ്ട്. Hallelujah. Hallelujah. And number 4, we will study and learn more in heaven. നാലാമത്തെ കാര്യം എന്നുള്ളത് നമുക്ക് സ്വർഗത്തിൽ കൂടുതൽ പഠിക്കുവാൻ സാധിക്കും. Many people, oh brother, I am 80 years or I am 60 years, I am 85 years. I really want to study more. I cannot go to a Bible college. I cannot study more. A few more years I may live here. How shall I study the rest of the Bible? ചില ആളുകൾ പറയാറുണ്ട്, എനിക്ക് ബ്രദറെ 80 വയസ്സ് പ്രായമായി, 90 വയസ്സ് പ്രായമായി, എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പഠിക്കാൻ സാധിച്ചുള്ളൂ, ഇനിയും പഠിക്കണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമുണ്ട്, പക്ഷേ എനിക്ക് അധികം ആയുസ്സൊന്നുമില്ല, എങ്ങനെ എനിക്കിത് പഠിച്ചു തീർക്കാൻ സാധിക്കും? Happy news, in heaven also you can continue your study. ഒരു സന്തോഷ വാർത്ത, സ്വർഗത്തിലും നിങ്ങളുടെ പഠനം നിങ്ങൾക്ക് തുടരുവാൻ സാധിക്കും. Hallelujah. Hallelujah. Many people have written to me on my personal WhatsApp number, brother, I came across this Bible study very late. ചില ആളുകളൊക്കെ എനിക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യാൻ, ബ്രദറെ വളരെ വൈകിയാണ് ഈ ഒരു ബൈബിൾ സ്റ്റഡി ഞാൻ കേൾക്കാൻ തുടങ്ങിയത്. But no problem, continue studies. പക്ഷേ ഒരു കുഴപ്പമില്ല, ഈ സ്റ്റഡി തുടരുക. If you cannot finish all your studies here, you will get chances there also. നിങ്ങളുടെ പഠനം ഇവിടെ നിങ്ങൾക്ക് പൂർത്തിയാക്കാൻ സാധിച്ചില്ല എങ്കിൽ സങ്കടപ്പെടേണ്ട, അവിടെയും നിങ്ങൾക്ക് നിങ്ങളുടെ പഠനം തുടരുവാൻ സാധിക്കും. And the good news is that Jesus himself will come and teach you. അതിന്റെ ഏറ്റവും വലിയ സന്തോഷ വാർത്ത, യേശു തന്നെ വന്ന് നിങ്ങളെ പഠിപ്പിക്കും. Brother Damien knows in part only small things. ബ്രദർ ഡാമിയന് ചില ഭാഗമായിട്ടും അംശമായിട്ടും കുറച്ച് മാത്രമേ അറിയുള്ളൂ. But Jesus knows everything. എന്നാൽ യേശു കർത്താവിന് സകലതും അറിയാം. Ephesians chapter 2 and verse number 7. എഫീസർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വചനം. We read that in the ages to come he might show the exceeding riches of his grace in his kindness toward us in Christ Jesus. മലയാളത്തിൽ അതിൻ്റെ 6-ാമത്തെ വചനമാണ്. ക്രിസ്തു യേശുവിൽ നമ്മെക്കുറിച്ചുള്ള വാത്സല്യത്തിൽ തൻ്റെ കൃപയുടെ അത്യന്ത ധനത്തെ വരുംകാലങ്ങളിൽ കാണിക്കേണ്ടതിന്.
Yes, that means even in the ages to come, the riches of His grace will manifest. വരും കാലങ്ങളിൽ അവൻ്റെ കൃപയുടെ അത്യന്ത ധനം വെളിപ്പെട്ടു വരും. Meaning there also we will be receiving more and more and more revelation about God and the riches of His kindness and grace. ആ കാലങ്ങളിൽ നാം ദൈവത്തെക്കുറിച്ച് കൂടുതലുള്ള വെളിപ്പാടുകൾ നമുക്കുണ്ടാകും. അതുമാത്രമല്ല കൃപയുടെ അത്യന്ത ധനത്തെയും നമുക്കന്ന് വെളിപ്പെട്ട് കിട്ടും. And the entire environment in heaven will be an excellent university for us. We'll be learning more and more new things. ഓർക്കുക, സ്വർഗത്തിലെ ആ പൂർണ്ണ അന്തരീക്ഷം മുഴുവൻ അത് നമ്മുടെ ഏറ്റവും വലിയ ഒരു സർവകലാശാല, പഠിക്കുവാനുള്ള ഒരു വലിയ സർവകലാശാലയായിരിക്കും. I believe like this. A lot of things we don't understand today. ഇന്ന് പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാകുന്നില്ല. Why this thing happened to me? എന്തുകൊണ്ടാണ് ഈ കാര്യം എനിക്ക് Why സംഭവിച്ചത്? that thing happened to her? എന്തുകൊണ്ടാണ് അവൾക്ക് ഇത് സംഭവിച്ചത്? So there are so many questions in life. നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി ചോദ്യങ്ങളുണ്ട്. For every question you'll get answer there. എന്നാൽ ഓരോ ചോദ്യത്തിന്റെ ഉത്തരം നമുക്ക് അവിടെ ലഭിക്കും. So keep on collecting all your doubts now. ഇപ്പോൾ നിങ്ങളുടെ എല്ലാ സംശയങ്ങളൊക്കെ കൂട്ടിവെക്കുക. There you'll be growing in the wisdom and knowledge of the Lord. അവിടെ നിങ്ങൾക്ക് കൂടുതൽ അറിവിലേക്കും ദൈവികമായ വെളിപ്പാടിലേക്കും നിങ്ങൾക്ക് വളരുവാൻ And the സാധിക്കും. Bible speaks about a lot of books in heaven. അതുമാത്രമല്ല ബൈബിൾ സ്വർഗത്തിൽ അനേക പുസ്തകങ്ങളുള്ളതിനെ കുറിച്ച് പറയുന്നു. And I believe the greatest library you will find in the Father's house. അതുമാത്രമല്ല ഏറ്റവും വലിയ പുസ്തക ശേഖരം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് പിതാവിന്റെ So അടുക്കലാണ്. during the leisure time you can go to that library, pick out a book you can read. നിങ്ങൾക്ക് ഒഴിവ് സമയത്തൊക്കെ അവിടെ വെച്ച് നിങ്ങൾക്ക് ലൈബ്രറിയിൽ ചെന്ന് ഒരു പുസ്തകം എടുത്ത് നിങ്ങൾക്ക് വായിക്കാൻ സാധിക്കും. Hallelujah. ഹല്ലേലൂയ. In other words, the summation is this: you can learn a lot of things in heaven. ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങൾക്ക് അവിടെ ഒത്തിരി കാര്യങ്ങൾ പഠിക്കുവാൻ സാധിക്കും. Number 5, there will be enjoyment and recreations in heaven. സ്വർഗത്തിൽ സന്തോഷവും വിശ്രാമവും ഉണ്ട് എന്നുള്ളതാണ് അടുത്ത പോയിന്റ്. Many people, they are not willing to get saved. ചില ആളുകൾ രക്ഷിക്കപ്പെടുവാൻ വിസമ്മതിക്കുന്നു. Because if I repent and get saved, I will not have any more enjoyment in life. ഞാൻ എൻ്റെ ജീവിതത്തിൽ മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെട്ടാൽ ഇനി എൻ്റെ ജീവിതത്തിൽ അങ്ങോട്ട് അടിച്ചു പൊളിക്കാൻ സന്തോഷിക്കാൻ സാധ്യമല്ല. Because that life, always praying, always reading, that Christian life, that is boring, because I will not get any chance to enjoy life with my friends. I cannot go there, I cannot go here. I don't want that kind of a life. ആ ഒരു ക്രിസ്തീയ ജീവിതം അത് മുഴുവൻ പ്രാർത്ഥനയും ആരാധനയും ആയിട്ടൊക്കെ ഇങ്ങനെ കുത്തിയിരിക്കുന്ന രീതിയാണ്. പിന്നീട് എനിക്ക് അതിനകത്തോട്ടായി കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ കൂട്ടുകാരുടെ കൂടെയോ എൻ്റെ വീട്ടുകാരുടെ കൂടെയോ ഒന്നും എനിക്ക് സന്തോഷിക്കാനോ ഒന്നും സാധ്യമല്ലാതെയായിത്തീരും. Speaking from my personal experience, I really started enjoying my life after I received the Lord Jesus as my Lord. Amen. എൻ്റെ ഹൃദയത്തിൽ നിന്നുകൊണ്ട് ഞാൻ പറയുകയാണ്, ഞാൻ എൻ്റെ ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷം അനുഭവിക്കാൻ തുടങ്ങിയത് എൻ്റെ കർത്താവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ചു കഴിഞ്ഞതിന് ശേഷമായിരുന്നു. So in heaven also there'll be a lot of enjoyments. സ്വർഗ്ഗത്തിൽ ധാരാളം സന്തോഷിക്കാനുള്ള കാര്യങ്ങളുണ്ട്. Lot of mountains, lot of rivers, lot of sceneries, landscape, lot of trees, lot of roads. It is a huge place. You will never explore the entire city, entire heaven, even through the whole eternity. ഓർക്കുക, അവിടെ ധാരാളം മരങ്ങളുണ്ട്, വൃക്ഷങ്ങളുണ്ട്, മലകളുണ്ട്. ആ ഹോൾ ഇന്ന് പ്രപഞ്ചത്തിൽ കാണുന്ന എല്ലാ പ്രധാനപ്പെട്ട കാര്യങ്ങളും അവിടെ നിത്യമായിട്ട് നിൽക്കുകയാണ്. Hallelujah. Hallelujah. So you will never get bored. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും ബോറടിക്കില്ല. You can discover new things. പുതിയ പുതിയ കാര്യങ്ങൾ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. And you can have expedition to this area one day. ഒരു ദിവസം നിങ്ങൾക്ക് ഒരു പ്രത്യേക ഇടത്തേക്ക് പര്യടനം നടത്താൻ സാധിക്കും. And another day you can go to that area. എന്നാൽ മറ്റൊരു ദിവസം മറ്റൊരു സ്ഥലത്തേക്ക് പോകാൻ സാധിക്കും. And one day as you're worshiping, you will get a revelation about the Father, new revelation about the Father. ഒരു ദിവസം നിങ്ങൾ ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ പിതാവിനെ കുറിച്ചൊരു പുതിയ വെളിപ്പാട് നിങ്ങൾക്ക് The next day you will get more, another revelation. അടുത്ത ദിവസം നിങ്ങൾക്ക് കുറച്ചുകൂടെ ആഴത്തിലുള്ള മറ്റൊരു വെളിപ്പാട്. Hallelujah. ഹല്ലേലൂയ. The Father's house is the most marvelous place.
സ്വർഗീയ പിതാവിൻ്റെ ഭവനമാണ് ഏറ്റവും അധികം അത്ഭുതാവഹമായിട്ടുള്ളൊരു സ്ഥലം എന്നുള്ളത്. So take away all your misunderstandings about the Father's house. അതുകൊണ്ട് സ്വർഗത്തിലെ പിതാവിൻ്റെ ഭവനത്തെക്കുറിച്ചുള്ള എല്ലാ തെറ്റിദ്ധാരണകളും എടുത്തു മാറ്റുക. Usually people do not understand, they don't comprehend the blessings of the Father's house. പലപ്പോഴും ജനങ്ങൾക്ക് ദൈവത്തിൻ്റെ പിതാവിൻ്റെ അനുഗ്രഹങ്ങളെ കുറിച്ച് വർണ്ണിക്കാനായിട്ട് പലപ്പോഴും സാധ്യമല്ലാതെ തീരും. Everything the Father has prepared for us. ഓർക്കുക, എല്ലാ കാര്യങ്ങളും പിതാവ് നമുക്ക് വേണ്ടി ഒരുക്കി കഴിഞ്ഞു. Now it is up to you, the choice is yours. Get ready, go there. ഇത് അവസരം നിങ്ങളുടേതാണ്. തയ്യാറാവുക, അങ്ങോട്ടേക്ക് പോവുക. Pray this prayer after me. ഈ പ്രാർത്ഥന എനിക്ക് ശേഷം പ്രാർത്ഥിക്കാമോ? Lord Jesus, I want to come to the Father's house. യേശു കർത്താവേ, പിതാവിൻ്റെ അടുക്കിലേക്ക് കടന്നു ചെല്ലുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. I know that you are the way. കർത്താവേ, അങ്ങാണ് വഴിയെന്ന് ഞാൻ അറിയുന്നു. Take me there, Lord. എന്നെ അവിടേക്ക് എത്തിക്കണമേ. Amen. ആമേൻ. Amen. ആമേൻ. Now I'm going to pray for the sick people. ഞാൻ ഇനിയിപ്പോൾ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ And I'm പോകുകയാണ്. going to pray for different needs in your life. നിങ്ങളുടെ ജീവിതത്തിലെ വ്യത്യസ്തമായ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ Right now, Lord, heal the sick people. കർത്താവേ, ഇപ്പോൾ തന്നെ രോഗികളെ അങ്ങ് സൗഖ്യമാക്കണം. Some of the bedridden people and some of the people who are admitted in hospitals, the Lord is healing right now. ഇപ്പോൾ തന്നെ തളർന്നു കിടക്കുന്ന ചില രോഗികൾ അല്ലെങ്കിൽ ഹോസ്പിറ്റലായിരിക്കുന്ന ചില രോഗികൾ കർത്താവ് അവരെ ഇപ്പോൾ തൊട്ട് സുഖപ്പെടുത്തുകയാണ്. In Jesus' name, psoriasis be healed. യേശുവിന്റെ നാമത്തിൽ സോറിയാസിസ് ഇപ്പോൾ സൗഖ്യമാകട്ടെ. Arthritis be healed. ആർത്രൈറ്റിസ് ഇപ്പോൾ സൗഖ്യമാകട്ടെ. You can receive healing for any disease because the healer is the same, the medicine is the same. നിങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിക്കുമോ? ഏത് അസുഖത്തിനും സൗഖ്യമുണ്ട്. കാരണം സൗഖ്യമാക്കുന്നവൻ അല്ലെങ്കിൽ സൗഖ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഔഷധം അത് ഒരേ കാര്യം തന്നെയാണ്. In Jesus' name, receive your healing. യേശുവിന്റെ നാമത്തിൽ നിങ്ങളുടെ സൗഖ്യത്തെ So I പ്രാപിച്ചെടുക്കുക. pray for different needs of people. കർത്താവേ, ഇപ്പോൾ ജനങ്ങളുടെ വ്യത്യസ്ത ആവശ്യങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. I pray for the students who are writing exams. അതുപോലെ തന്നെ പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. Help them, bless them so that they can write the exams very well. കർത്താവെ, അവരെ സഹായിക്കണമേ. അങ്ങനെയെങ്കിൽ അങ്ങ് കർത്താവെ സഹായിക്കുമെങ്കിൽ അവർക്ക് നന്നായി ഈ എക്സാം എഴുതാൻ I സാധിക്കും. pray for people who are attempting different interviews. അത് മാത്രമല്ല, വ്യത്യസ്തമായ ഇന്റർവ്യൂകൾ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നവർക്കായി ഞാനിപ്പോൾ I പ്രാർത്ഥിക്കുന്നു. pray for people who have no jobs. Give them wonderful jobs so far. കർത്താവെ, ജോലി ഇല്ലാത്ത പലർക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ അവർക്ക് അനുഗ്രഹിക്കപ്പെട്ട ജോലി അങ്ങ് പ്രദാനം ചെയ്യണം. And I pray for youths who are praying for the right life partner. അതുപോലെ തന്നെ ചെറുപ്പക്കാരായ ചില പെൺകുട്ടികളും ആൺകുട്ടികളും ശരിയായ ജീവിത പങ്കാളികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് അത് ചെയ്യുകയാണ്. Bless them, Father, with the right life partner. കർത്താവെ, ശരിയായ ജീവിത പങ്കാളിയെ നൽകി അങ്ങ് അവരെ അനുഗ്രഹിക്കണമേ അപ്പാ. Thank you, Lord, for listening to our prayers. അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി നന്ദി പറയുന്നു. In Jesus' name. യേശുവിന്റെ നാമത്തിൽ. Amen. ആമേൻ. Thank you so much for watching today's episode. ഇന്നത്തെ എപ്പിസോഡ് വീക്ഷിച്ചതിന് പ്രത്യേകമായി നന്ദി. God bless you all. കർത്താവ് നിങ്ങൾ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. See you tomorrow. നാളെ നമുക്ക് വീണ്ടും കാണാം. Bye. ബൈ. യേശു മഹാരാജനേ, നിൻ രാജത്വം വന്നിടണേ. പുത്തനെരുശലേം നഗരിയതിൽ എന്നും നാഥനുമായി വസിച്ചിടുവാൻ. അഗ്നിജ്വാല പോലുള്ള കണ്ണുകളുള്ളോൻ, ഭീമസമം വെണ്മയാം മുടിയുമുള്ളോൻ, വെള്ളോട്ടിൻ സമമായ കാലുകളുള്ളോൻ, പെരുവെള്ളത്തിൻ ഇരച്ചിൽ പോൽ ശബ്ദവുമുള്ളോൻ. അഗ്നിജ്വാല പോലുള്ള കണ്ണുകളുള്ളോൻ, ഭീമസമം വെണ്മയാം മുടിയുമുള്ളോൻ, വെള്ളോട്ടിൻ സമമായ കാലുകളുള്ളോൻ, പെരുവെള്ളത്തിൻ ഇരച്ചിൽ പോൽ ശബ്ദവുമുള്ളോൻ. യേശു മഹാരാജനേ, നിൻ രാജത്വം വന്നിടണേ. പുത്തനെരുശലേം നഗരിയതിൽ എന്നും നാഥനുമായി വസിച്ചിടൂ. യേശു മഹാരാജനേ, യേശു മഹാരാജനേ, നിൻ രാജത്വം വന്നിടണേ. പുത്തനെരുശലേം നഗരിയതിൽ എന്നും നാഥനുമായി വസിച്ചിടുവാൻ. വാനവിരവിൽ നാഥൻ വന്നെത്തിടാറായി, ഉയർപ്പിൻ കാഹളം കേട്ടിടാറായി, തിരുഹിതം നിവർത്തിച്ചോർ പറന്നിടാറായി, ജയത്തിൻ ഘോഷങ്ങൾ മുഴങ്ങിടാറായി. വാനവിരവിൽ നാഥൻ വന്നെത്തിടാറായി, ഉയർപ്പിൻ കാഹളം കേട്ടിടാറായി, തിരുഹിതം നിവർത്തിച്ചോർ പറന്നിടാറായി, ജയത്തിൻ ഘോഷങ്ങൾ മുഴങ്ങിടാറായി.
യേശു മഹാരാജനേ, നിൻ രാജ്യത്വം വന്നിടണേ. പുത്തനെരുശലേം നഗരിയതിൽ എന്നും നാഥനുമായി വസിച്ചിടുവാൻ. ഒരിക്കൽ കൂടെ യേശു മഹാരാജനേ, യേശു മഹാരാജനേ, നിൻ രാജ്യത്വം വന്നിടണേ. പുത്തനെരുശലേം നഗരിയതിൽ എന്നും നാഥനുമായി വസിച്ചിടുവാൻ. പുത്തനെരുശലേം നഗരിയതിൽ എന്നും നാഥനുമായി വസിച്ചിടുവാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ.